സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പോംവഴി കാണാനാകാതെ നട്ടം തിരിയുകയാണ് സർക്കാർ. ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ഭത്തയും ബോണസും നൽകാൻ പോലും ഖജനാവിൽ പണമില്ല. സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം കടുപ്പിക്കുമെന്നാണ് സൂചന. ജനം എക്സ്ക്ലൂസീവ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും കൃത്യമായ ആസൂത്രണമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ധനവകുപ്പ്. ഉദ്യോഗസ്ഥ തർക്കവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അപര്യാപ്തതയും സംസ്ഥാനത്തെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലെത്തിച്ചു. പ്ലാൻ ബി ഉണ്ടെന്ന് പലവട്ടം ധനകാര്യമന്ത്രി പറഞ്ഞെങ്കിലും ഓണക്കാലം എത്തിയിട്ടും ഒന്നും നടപ്പിലായിട്ടില്ല. ഓണത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്സവ ഭത്തയും ബോണസും പോലും നൽകാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ലെന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിന് സുപ്രീം കോടതി തടയിട്ടതോടെ ഇനി ഈ വർഷം കടമെടുക്കാൻ ബാക്കിയുള്ളത് വെറും 3700 കോടി രൂപ മാത്രം. ശമ്പളവും പെൻഷനും കൊടുക്കാൻ 5000 കോടി രൂപയ്ക്ക് മുകളിൽ വേണം. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4ാം ഗഡു നൽകാൻ 600 കോടിയും വേണം. ഇതൊന്നും കണ്ടെത്താൻ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. ഈ ഓണത്തിന് വിപണി ഇടപെടലിന് 600 കോടി ആവശ്യമെങ്കിലും ആകെ നൽകിയത് 225 കോടി രൂപ മാത്രം. മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത ക്ഷാമബത്തയും വകുപ്പിന് തലവേദനയായിട്ടുണ്ട്. ട്രഷറി നിയന്ത്രണമാണ് ധനവകുപ്പിന് ആകെ ചെയ്യാനുള്ളത്. ട്രഷറി നിയന്ത്രണം 25 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി കുറയ്ക്കാനാണ് സർക്കാർ നീക്കം. വിനീഷ്, ജനം, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ശരിയാണ്. വിനീഷ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഉത്സവ ഭത്തയും പെൻഷനും ക്ഷേമ പെൻഷനുകളുടെ അടക്കം നൽകാനിരിക്കെയാണ് ഇത്തരത്തിലൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ വീണ്ടും എത്തിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് നേരത്തെ തന്നെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളും തന്നെയാണ് ഉയരുന്നത്. നിലവിൽ ആ പ്രതിസന്ധിയുടെ ആക്കം കൂടിയിരിക്കുകയാണോ? മറ്റു വിവരങ്ങളും? തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സാധിക്കുമെന്ന് പോലും സർക്കാരിന് അറിവില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ധനവകുപ്പ് മന്ത്രി തൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ പറയുന്നെങ്കിൽ പോലും എന്താണ് പ്ലാൻ ബി, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഈ വരുന്ന ഓണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഉത്സവ ഭത്ത ലഭിക്കുമോ, ബോണസ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഇവർക്കുള്ള ഉത്സവ ഭത്തയും ബോണസും നൽകാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. എവിടെ നിന്ന് ഈ പണം സ്വരൂപിക്കുമെന്നും സംസ്ഥാന സർക്കാരിന് യാതൊരു വിധമായ അറിവുമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏകദേശം 5000 കോടിയിലധികം രൂപയാണ് ഈ ഉത്സവ ഭത്തയും ബോണസും ഒപ്പം തന്നെ ശമ്പളവും നൽകുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് ചിലവായി ഈ ഓണക്കാലത്ത് വരാൻ പോകുന്നത്. പക്ഷേ ഇതിനുള്ള ഒരു നടപടിക്രമവും എവിടെ നിന്ന് പണം നൽകും, ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഉത്സവ ഭത്ത നൽകും, എങ്ങനെ ബോണസ് നൽകും എന്നത് പോലും സംസ്ഥാന സർക്കാർ ഇതുവരെയും ചിന്തിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ മറ്റു ക്ഷേമ പെൻഷനുകൾ, നിലവിൽ ക്ഷേമ പെൻഷനുകളാകട്ടെ 4-5 മാസത്തിലധികം മുടങ്ങി നിൽക്കുന്ന സാഹചര്യം. ഈ 5 മാസത്തിലധികം മുടങ്ങി നിന്നിട്ട് പോലും മറ്റു ക്ഷേമ പെൻഷൻ ഒരു പ്രവർത്തനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. KSRTCയുടെ സ്ഥിതിയാകട്ടെ അതിലും പരിതാപകരം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും തന്നെയാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കത്തിലേക്ക് സർക്കാരിന്റെ ഖജനാവിനെ കൊണ്ട് എത്തിച്ചത് എന്ന കാര്യത്തിലും സംശയമില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഓണക്കാലത്ത് ഓണവിപണിയെ തൽക്കാലമെങ്കിലും പിടിച്ചു നിൽക്കാൻ, അവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി 600 കോടി രൂപയായിരുന്നു ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകിയതാകട്ടെ 225 കോടി രൂപയാണ്. ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളുടെ സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള വില അത് പൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ രീതിയിൽ ഉയരാനുള്ള വിലക്കയറ്റം വലിയ രീതിയിൽ ഉയരാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ആ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു നടപടി
നടപടിക്രമം പോലും പ്രാഥമികമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ ജനങ്ങൾ ഈ ഓണക്കാലത്ത് ആകെ വറുതിയിലാകുമോ എന്ന സംശയമാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ഉത്സവത്തെയും ബോണസിനും യാതൊരു വിധമായ നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പെൻഷൻ കാത്തിരിക്കുന്നവരുണ്ട് ഓണക്കാലത്ത്. അവർക്ക് പെൻഷൻ എങ്ങനെ നൽകും എന്നെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കും കടക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നു എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാക്കൾ പല ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നെങ്കിലും അതെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് നമുക്ക് ഈ സംസ്ഥാന ഖജനാവിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ പരിതാപകരമാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ അവസ്ഥ. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ വരുന്ന ഓണക്കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉത്സവത്തെയും ബോണസും കിട്ടുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു.